ഗ്രന്ഥങ്ങളെല്ലാം തന്നെ, ഖുറാൻ ആവട്ടെ ബൈബിൾ ആവട്ടെ, എന്ത് നമ്മൾ പഠിച്ചു നോക്കിയാലും അതിലെല്ലാം തന്നെ തൻ്റെ വികാരങ്ങൾക്ക് മേലെ വിചാരങ്ങൾ കൊണ്ട് ഭരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ബുദ്ധി ഭ്രമിക്കാതെ മനസ്സിൻ്റെ ഇമോഷൻസിൻ്റെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയുമ്പോൾ അവിടെയാണ് യഥാർത്ഥമായിരിക്കുന്ന ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പദം ആക്റ്റീവ് ആവുന്നത് തന്നെ. രണ്ടും എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഇമോഷൻസ് പവർഫുൾ ആവുമ്പോൾ ഇൻ്റലിജൻസ് കുറയുന്നു. രണ്ടും ഒന്ന് കൂടുകയും ഒന്ന് കുറയുകയും ചെയ്യുന്ന അനുപാതത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇമോഷൻസിനെ കൺട്രോൾ കുറയും തോറും നമ്മുടെ ബുദ്ധിയുടെ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇമോഷൻസ് കൂടുന്തോറും ബുദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇമോഷൻസിൻ്റെ മേലെ കൺട്രോളിങ് വരും തോറും ഒരു മനുഷ്യന് തൻ്റെ ബുദ്ധിയെ അഥവാ വിവേകത്തെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അരിസ്റ്റോട്ടലിൻ്റെ ഒരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു മനുഷ്യന് ആരോട് വേണമെങ്കിലും ദേഷ്യപ്പെടാൻ സാധിക്കും, അത് ആരെ കൊണ്ടും സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ ഒരാളുടെ അടുത്ത് ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ വേണ്ടത്ര അളവിൽ, വേണ്ട രീതിയിൽ, വേണ്ട പോലെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിക്കുമെങ്കിൽ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ കൺട്രോൾ ഉണ്ടായേ സാധിക്കുമെന്ന്. തീർച്ചയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഇൻസ്റ്റൻറ്റ് റിയാക്ഷൻ, അതാണ് ഇന്നത്തെ മനുഷ്യന്മാരുടെ സ്വഭാവം തന്നെ. പറയും നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മൾ അങ്ങനെ ഫീൽ ചെയ്യാണ്ടിരിക്കുമോ, നമ്മൾ പറയാതിരിക്കുമോ, നമ്മൾ ചെയ്യാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ അവനവന് വേണ്ടി തൻ്റെ വീക്ക്നെസ്സിന് തലോടിക്കൊടുക്കാൻ വേണ്ടിയുള്ള 100 കൂട്ടം കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുന്നുണ്ടെങ്കിലും എല്ലാവർക്കും അറിയാം സ്വന്തം ഫീലിങ്സിൻ്റെ മേലെ കൺട്രോളിങ് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ബുദ്ധിയെ യഥാർത്ഥമായ രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നത്.